ഹലോ, നമ്മളുടെ മടിയൻ ചിക്കൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ? നേരെ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. 1 കിലോയ്ക്ക് അടുത്ത് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ചെറുതായിട്ടാണ് നുറുക്കി വാങ്ങിച്ചിരിക്കുന്നത്. മാക്സിമം ചെറിയ പീസസ് ആക്കിക്കോളൂ കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചു. നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണയിലാണ് ഈ റെസിപ്പി മസ്റ്റായിട്ട് ഉണ്ടാക്കേണ്ടത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. 1 കിലോയോളം ചെറിയ ഉള്ളി ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കിലോ ചിക്കൻ 1/2 കിലോയ്ക്ക് അടുത്ത് തന്നെ വേണം, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ചെറിയ ഉള്ളി തന്നെ വേണം, സവാള ഇട്ട് ട്രൈ ചെയ്യരുത്. ട്രൈ ചെയ്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും, അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ ഉള്ളിക്ക് അതിൻ്റെ ടേസ്റ്റ്. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കണം. മൂത്തല്ല പോകേണ്ടത് കേട്ടോ, ഒരുപാട് അങ്ങോട്ട് മൂത്ത് കരിഞ്ഞു പോകരുത്. അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ ഇടിച്ച മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. 4 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക് ഇട്ടു നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. നിങ്ങൾക്ക് കളർ കൂടുതൽ വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ വേണം യൂസ് ചെയ്യാൻ. ഞാൻ യൂസ് ചെയ്യുന്നില്ല. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ചായി വരും. അതിനകത്തേക്കാണ് ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ചിക്കൻ വളരെ ചെറിയ പീസായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ചിക്കൻ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പീസൊക്കെ കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, റെസിപ്പി ട്രൈ ചെയ്തൊക്കെ നന്നായോ എന്നൊക്കെ പറയാനും മറക്കല്ലേ. അപ്പോൾ നമ്മളുടെ ആ ഒരു മസാലയിലേക്ക് ചിക്കൻ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം. ഈ സമയത്തൊക്കെ തീ ഞാൻ കുറച്ചാണ് വെച്ചേക്കുന്നത് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇളക്കി എടുക്കാം. ഇനി നമ്മൾ ഒരു തരി പോലും വെള്ളം ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു മസാലയിൽ തന്നെ നല്ലതുപോലെ ഇളക്കി വെച്ച് അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും നല്ലതുപോലെ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. വേണ്ടോ, നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വീണ്ടും അടച്ചിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ടാണ് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നത്. ഇളക്കി കൊടുത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് 1 ടീസ്പൂൺ വിനാഗിരി മസ്റ്റാണ്. ഇതൊഴിക്കാൻ മറക്കരുത് കേട്ടോ. വിനാഗിരിയാണ് അതിൻ്റെ ടേസ്റ്റ് തന്നെ കംപ്ലീറ്റ് മാറ്റിക്കളയും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മടിയൻ ചിക്കനാണ്. നമ്മുടെ ഉള്ളിമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരുപാട് മസാലകളോ വേറെ ഒന്നും വേണ്ട. ഇതിൽ ഗരം മസാല ഇട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അസാധ്യ ടേസ്റ്റാണ്. ഇത് ഞാൻ ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇന്ന് എടുക്കുന്നത്. നാളെ എടുക്കുന്ന സമയത്ത് അത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ലേസി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മടിയൻ ചിക്കൻ ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ ഇഷ്ടങ്ങളെ അറിയിച്ചു തരാം കേട്ടോ. അപ്പോൾ ശരി, ബൈ ഫ്രം ബൈറ്റ്സ് ആൻഡ് ഡ്രിങ്ക്.